ഹായ് ഓൾ, വെൽക്കം ടു സൈൻ ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നോക്കിയാൽ നമ്മൾ ഈ ഒരു സെഷനിൽ സർവേയിലെ കുറച്ച് പോർഷൻസിലൂടെ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. നാളെ മറ്റന്നാൾ നമുക്ക് എക്സാം വരാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന പോർഷൻസിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യാം. ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സ്റ്റേഷൻ, GPS, കർവ്, ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ. ഈ പറയുന്ന ബേസിക് മെഷർമെന്റ് ഫ്രം ദ ടോട്ടൽ സ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും, വെർട്ടിക്കൽ ആംഗിൾ കിട്ടും, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടും. അതിന് നമുക്ക് എന്ത് പറയാം? SD. ഈ പറയുന്നതാണ് ടോട്ടൽ സ്റ്റേഷൻ തരുന്ന മെഷർമെന്റുകൾ. ഈ കിട്ടിയ മെഷർമെന്റുകളിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ബേസിക് കാൽക്കുലേഷൻസ് നടത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തോ കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ കോഓർഡിനേറ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്തതാണ് അല്ലെ. ഈ കിട്ടിയ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? സൈൻ തീറ്റ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്, നമ്മൾ ലെവലിംഗിൽ ചെയ്യുന്ന അതേ പരിപാടിയാണ്. സാധാരണ ജനറൽ ആയിട്ടുള്ള പോയിന്റ് അറിഞ്ഞിരിക്കുക. വെയിറ്റ് ഓഫ് ദ ടോട്ടൽ സെഷൻ ഈസ് അറൌണ്ട് 50 to 55 ന്യൂട്ടൺ ആണ്. ഈ പറയുന്ന ടോട്ടൽ സെഷന്റെ റേഞ്ച്, അതായത് എത്രത്തോളം ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്രയാണ്? 2.8 to 4.2 കിലോമീറ്റർ ആണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ടോട്ടൽ സെഷൻ 1 mm ആണ് ഡിസ്റ്റൻസിൽ. യെസ്, അതിന്റെ ആംഗുലാർ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ സെഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് മോഡേൺ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഏതൊക്കെയാണ്? യെസ്, ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും പിന്നെ ഏതാണ്? EDM-ന്റെയും കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് തിയോഡലൈറ്റ് നമ്മൾ എന്തും പറയാറുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് എന്താണ്? തിയോമാറ്റ് എന്നും അതിനെ പറയാറുണ്ട്. യെസ്, ടി എന്ന നൊട്ടേഷനിലാണ് അതിനെ ചുരുക്കി എഴുതാറുള്ളത്. ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, അതിനെ ഡിജിറ്റൽ തിയോഡലൈറ്റ് അല്ലെങ്കിൽ തിയോമാറ്റ് എന്ന് പറയുന്നു. ഡിഫറെന്റ് മോഡൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയ ഇത്തരത്തിലൊരു ചോദ്യമുണ്ട്. വൈൽഡ് T1000, വൈൽഡ് T2000 and DT 200. എന്താണ് DT മീൻസ്? ഡിജിറ്റൽ തിയോഡലൈറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ തിയോമാറ്റ് അല്ലെ. 200 ആണ്. ഈ പറയുന്ന മോഡലുകളിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കാണിച്ചിരിക്കുന്ന മോഡലുകളിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് തിയോമാറ്റ് ആണ്. നിങ്ങൾ ഫിഗറിൽ കണ്ടാൽ അറിയാം, നമ്മൾ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്താണ് ഈ പറയുന്ന തിയോമാറ്റ് എന്നുള്ളത്. യെസ്, ടോട്ടൽ സ്റ്റേഷനിലെ മേജർ ആക്സിസുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ വി ആർ ഹാവിംഗ് വെർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദ ലൈൻ ഓഫ് സൈറ്റ്, ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്ലേറ്റ് ലെവൽ ആക്സിസ് എന്ന് പറയുന്നുണ്ട്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഇൻ തിയോഡലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്, സെന്ററിംഗ് ആൻഡ് ലെവലിംഗ് ആണ്. യെസ്, യൂസിംഗ് ഫുഡ് സ്ക്രൂ ആണ് നമ്മൾ ലെവലിംഗ് നടത്തുന്നത്. ലേസർ പ്ലംബട്ട് ആക്യുറേറ്റ് സെന്ററിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു. യെസ്, യൂസിംഗ് ട്രൈപോഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ടോട്ടൽ സെഷനിലെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. റിപ്പീറ്റഡ് ആയ ചോദ്യമാണ്. ഇൻവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രോഗ്രാം യൂസ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആണ്. അത് ഡിഫോൾട്ട് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ടൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്ലോപ്പ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആൻഡ് റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. ഏറ്റവും മാരകമായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ് ഇതാണ്. റിമോട്ട് ഹൈറ്റ് അല്ലെങ്കിൽ REM എന്ന് പറയും, റിമോട്ട് എലിവേഷൻ മെത്തേഡ്. REM എന്ന് പറയും. നോക്കിയ സാധ്യതകൾ ഏറെയാണ് ഈ പറയുന്ന വേർഡിങ്ങിനെ കുറിച്ച്. ഇറ്റ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ദ എലിവേഷൻ ഓഫ് ദ ഇൻആക്സസിബിൾ പോയിന്റ് ആണ്. പിന്നീട് ഫ്രീ സ്റ്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാം. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? 2 നോൺ പോയിന്റ്സ് ആണ്. അതായത് പ്ലെയിൻ ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന അതേ രീതി തന്നെ. പ്ലെയിൻ ടേബിളിലെ റിസക്ഷൻ മെത്തേഡിലെ 2 പോയിന്റ് പ്രോബ്ലം, അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു സാഹചര്യം ടോട്ടൽ സ്റ്റേഷനിൽ വരുന്നത് എവിടെയാണ്? ഫ്രീ സ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. ടൈപ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ബേസ്ഡ് ഓൺ മെഷർമെന്റ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും. യെസ്, ഈ പറയുന്ന സ്ലോപ്പ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇലക്ട്രോണിക്കലി ആണ് മെഷർ ചെയ്യുന്നത്. ബാക്കി 2 മെഷർമെന്റുകൾ, അതായത് വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ നമ്മൾ മാനുവലി മെഷർ ചെയ്യേണ്ടി വരും. അതാണ് മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സെമി ഓട്ടോമാറ്റിക്കലി സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും നമുക്ക് ഇലക്ട്രോണിക്കലി ഡിജിറ്റലി മെഷർ ചെയ്യാം. ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത് മാനുവലി ആണ്. ഓട്ടോമാറ്റിക്കലി പിന്നെ പറയണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും എന്താണ്? ഇലക്ട്രോണിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോട്ടൽ സ്റ്റേഷന്റെ മറ്റൊരു പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻസ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഇൻ ടോട്ടൽ സ്റ്റേഷൻ ഏതാണ്? ജിയോട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ ഏതാണ്? ലൂമിഗൈഡ് അല്ലെങ്കിൽ ട്രാക്ക് ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച് ആണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ബേസ്ഡ് ഓൺ ദ ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൂമിഗൈഡ് അല്ലെങ്കിൽ ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിൽ റെഡ് ലൈറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂവ് ടു ദ റൈറ്റ് സൈഡ് എന്നാണ്.
ഗ്രീൻ ലൈറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂവ് ടു ദ ലെഫ്റ്റ് സൈഡ് ആണ്. വൈറ്റ് ലൈറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണ്, യു ആർ ഇൻ ലൈൻ എന്നാണ്. ടോട്ടൽ സ്റ്റേഷനുകളെ നാട്ടിൽ ഉപയോഗിക്കുന്ന പല പല ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക, സോക്കിയ, പെൻഡാക്സ്, ടോപ്കോൺ, ക്രിപ്റ്റോൺ ആൻഡ് നിക്കോൺ ഇതെല്ലാം നമ്മൾ ടോട്ടൽ സ്റ്റേഷന്റെ ബ്രാൻഡുകളാണ്. ഒരു കാരണവശാലും ഒരേ മെഷർമെന്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രിസത്തിന്റെ ടൈപ്സും ബ്രാൻഡുകളും മാറി മാറി ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? കമ്പോണൻസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ട്രൈപോഡ് ഉണ്ട്, യെസ്, ഇലക്ട്രോണിക് തിയോറിലായിട്ട് EDM, പിന്നീട് ഏതാണ്ടാവുന്നത് ഒപ്റ്റിക്കൽ പ്ലംബറ്റ് യൂസ് ഫോർ ആക്യുറേറ്റ് സെന്ററിംഗ് ആണ്, ഡാറ്റ കളക്ടർ യൂസ് ഫോർ കളക്ടിംഗ് ദ ഡാറ്റ ആൻഡ് മൈക്രോ പ്രോസസർ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രോസസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ആൻഡ് ഈ മൈക്രോ പ്രോസസ്സിൽ യെസ് നമ്മൾ കാണപ്പെടുന്ന ഒരു കമ്പൗണ്ട് ആണ് ഇലക്ട്രോണിക് നോട്ട്ബുക്ക് ENB എന്ന് പറയുന്നത്. ഇവിടെയാണ് ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മൈക്രോ പ്രോസസറിന്റെ തന്നെ ഭാഗമാണ് ഇലക്ട്രോണിക് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതായത് ടോട്ടൽ സിസ്റ്റത്തിന്റെ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതാണ് ആൻസർ, മൈക്രോ പ്രോസസർ ഉണ്ടെങ്കിൽ അതും കൂടി ആൻസർ ആണ്. ക്ലിയർ അല്ലേ? അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ ENB അറൌണ്ട് 2000 to 4000 പോയിന്റുകളാണ്. കീബോർഡ് ഉണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, വി ആർ ഹാവിംഗ് LCD ഡിസ്പ്ലേ, LCD എക്സ്പാൻഷൻ ചോദിക്കാവുന്ന സാഹചര്യമുണ്ട്. സോഫ്റ്റ്വെയറുകൾ പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. ദെൻ ബ്ലൂടൂത്ത്, ലെവലിംഗ് ആൻഡ് കൊളിമേറ്റർ ഫോർ ദ പ്രോപ്പർ ബൈസെക്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ടോട്ടൽ സെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് കാണപ്പെടുന്ന കമ്പൗണ്ട് റിഫ്ലക്ടർ ആണ്. നാട്ടിൽ കാണപ്പെടുന്ന സാധാരണ റിഫ്ലക്ടർ അല്ല ഉപയോഗിക്കുന്നത്, റെട്രോ റിഫ്ലക്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് കോർണർ ക്യൂബ് പ്രിസം ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റിഫ്ലക്ടിംഗ് ദ ലൈറ്റ് വേ പ്രിസൈസ്ലി ബാക്ക് ടു ദ എമിറ്റഡ് ഇൻസ്ട്രുമെന്റ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്ന അതേ പൊസിഷനിലേക്ക് തന്നെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ കഴിവുള്ള വണ്ണം ശക്തനാണ് ആര്, ഈ പറയുന്ന റെട്രോ റിഫ്ലക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ രീതിയിലുള്ള റിഫ്ലക്ടർ അല്ല. ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന പോയിന്റുകളാണ് ആ കണ്ടതല്ല. GPS കടക്കുകയാണ്. GPS പറയുമ്പോൾ ആദ്യം GNSS എന്താന്ന് പറയണം. കുറെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എർത്തിലെ ഏതൊരു പോയിന്റിന്റെയും പൊസിഷൻ കണ്ടുപിടിക്കുന്ന നാട്ടിലെ പരിപാടി ദാറ്റ് ഈസ് നമ്മുടെ GNSS, ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് ഇൻ ടേംസ് ഓഫ് ഏതൊക്കെയാവാം, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്. അതിനെ നമ്മൾ എർത്ത് സെന്റേർഡ്, എർത്ത് ഫിക്സ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയും. യെസ്, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് GSP, ജിയോസ്പേഷ്യൽ പൊസിഷനിങ് ആണ്. അല്ലെ, ലാറ്റിറ്റ്യൂഡ് എന്താണ്, ഡിപ്പാർച്ചർ എന്താ നമുക്കറിയാം. ഇവിടെ GNSS സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട് നാട്ടില്. ഒന്ന് US ആണ്, ആൻഡ് GNSS ഓഫ് US-നെയാണ് നമ്മൾ ഇത് പറയുന്നത് GPS എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അതിനെ നവ്സ്റ്റാർ എന്ന് പറയാറുണ്ട്. നാവിഗേഷൻ ബൈ സാറ്റലൈറ്റ് ടൈം ആൻഡ് റേഞ്ചിങ്, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് NNSS, നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. റഷ്യയ്ക്കും ഗ്ലോബൽ കവറേജ് കൂടിയ സാറ്റലൈറ്റ് സിസ്റ്റം അവൈലബിൾ ആണ്. അതിനെ ഗ്ലോനസ് എന്നാണ് പറയുന്നത്. യൂറോപ്പിനും ഗ്ലോബൽ കവറേജ് കൂടിയ യെസ് GNSS അവൈലബിൾ ആണ്, ഗലീലിയോ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും യെസ് റീജിയണൽ നാവിഗേഷൻ സിസ്റ്റങ്ങളാണ് ഉള്ളത്. ഇന്ത്യയുടെ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റമിനെ IRNSS എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. എക്സ്പാൻഷൻ ആണ് ചോദിക്കാറുണ്ട്. GPS ആണ് നമ്മുടെ മെയിൻ പോയിന്റ് ഡിസ്കഷൻ. അതിന് 3 കമ്പോണന്റുകളാണ് ഉള്ളത്. ഒന്ന് സ്പേസ് സെഗ്മെന്റ്, കൺട്രോൾ സെഗ്മെന്റ്, ദെൻ ദർ ഈസ് എ യൂസർ സെഗ്മെന്റ്. എന്ന് വെച്ചാൽ ഫിഗറിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. ആരാണോ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഈ ഡാറ്റയെ ഉപയോഗിക്കുന്നത്, അതിനെയാണ് യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റുകൾ അടങ്ങുന്ന ആ വലിയൊരു സ്പേസിനെയാണ് നമ്മൾ യെസ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റുകളുടെ പ്രോപ്പർ ഓർബിറ്റിംഗ് ഓൺ ദ കറക്റ്റ് ഓർബിറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് സാറ്റലൈറ്റുകളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ കൺട്രോളിംഗ് നടത്തുന്ന മറ്റു സ്റ്റേഷനുകൾ ഓൺ എർത്ത്, അതാണ് ഗ്രൗണ്ട് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. 3 എണ്ണമാണ്: സ്പേസ്, കൺട്രോൾ ആൻഡ് ഏതാണ് യൂസർ സെഗ്മെന്റ്. നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളാണ് ഇനി മുന്നോട്ട് പറയാനുള്ളത്. സ്പേസ് സെഗ്മെന്റിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ 24 സാറ്റലൈറ്റ് ഉണ്ട്. അവര് 6 ഓർബിറ്റ് ആയിട്ട് കറങ്ങുന്നു. അതായത് ഓരോ ഓർബിറ്റിലും 4 സാറ്റലൈറ്റ് കാണപ്പെടുന്നു. ഏകദേശം 20,200 കിലോമീറ്ററിലാണ് ഇവര് ഓർബിറ്റ് ചെയ്യപ്പെടുന്നത് എബവ് ദ എർത്ത് സർഫസ്. അറൌണ്ട് 12,000 km/h ആണ് ഇവരുടെ സ്പീഡ്. അതായത് എർത്തിനെ ഒരു ദിവസം 2 തവണ അവർ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എവറി 12 hours സർക്കിളിനെ അവർ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പവേർഡ് ബൈ സോളർ എനർജി ആൻഡ് ദേ ആർ ഹാവിംഗ് എ ലൈഫ് സ്പാൻ ഓഫ് 7.5 to 12 years ആണ്. സ്പേസ് സെഗ്മെന്റിൽ അത്രയും പോയിന്റ് അറിഞ്ഞിരിക്കുക. നോക്കിയേ, ഏത് ഓർബിറ്റാണ് കറങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 20,200 കിലോമീറ്റർ എന്ന് പറയുന്ന ഓർബിറ്റ് ആണ്. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് എന്താണ്? ദാറ്റ് ഈസ് കൺസിഡർ ആസ് എ മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. 20,200 കിലോമീറ്റർ ഈസ് കൺസിഡർ ആസ് എൻ ഓർബിറ്റ് വിച്ച് ഈസ് ടേംഡ് ആസ് മിയോ, മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. അതിന് ചുറ്റുമുള്ള പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. ലിയോ, വിജയന്റെ പടമല്ല, ഏതാണ്? ലോ എർത്ത് ഓർബിറ്റ് ആണ്. ദാറ്റ് ഈസ് എർത്ത് സർഫസിന് അബവ് 2,000 കിലോമീറ്റർ ആണ്. ആൻഡ് മറ്റൊരു ഓർബിറ്റ് കാണപ്പെടാറുണ്ട്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്
ദാറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് ദാറ്റ് ഈസ് ഓർബിറ്റിംഗ് അറ്റ് എ ഹൈറ്റ് ഓഫ് എത്രയാണ് 36,000 കിലോമീറ്റർ ആണ്. സോ 3 ഓർബിറ്റുകളാണ് ലിയോ, മിയോ ആൻഡ് ഹിയോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. കൺട്രോൾ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നാട്ടില് മൊത്തത്തിൽ GPS വേണ്ടി 5 കൺട്രോൾ സെഗ്മെന്റുകളാണ് കാണപ്പെടുന്നത്. അതിൽ മാസ്റ്റർ സ്റ്റേഷൻ ഒരെണ്ണമാണ്, ബാക്കിയെല്ലാം മൈനർ കൺട്രോൾ സ്റ്റേഷൻസ് ആണ്. ഫാൽക്കൺ കൊളറാഡോ അല്ലെങ്കിൽ കൊളറാഡോ സ്പ്രിങ്സ് എന്ന പേര് ചോദിക്കാറുണ്ട്, ഒരു സ്ഥലത്തിന്റെ പേരാണ്. ബാക്കിയെല്ലാം ഹവായി, അസെൻഷൻ ഐലൻഡ്, ഡിയാഗോ ഗ്രാസിയ ആൻഡ് ഗൊജലീൻ എന്ന് പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൺട്രോൾ സെഗ്മെന്റ്സ് അവൈലബിൾ ആണ്. യൂസർ സെഗ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളെ പോലത്തെയുള്ള ആളുകൾ ഹു വാണ്ട് ടു നോ വേർ വി ആർ ഓൺ എർത്ത് സർഫസ് എന്ന പരിപാടി അന്വേഷിക്കുന്ന ആരെയും നമ്മൾ എന്ത് പറയും, യൂസർ സെഗ്മെന്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഗംഭീരമായ ഇമ്പോർട്ടന്റ് പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് GPS ദാറ്റ് ഈസ് നോൺഡ് ആസ് ട്രൈലാറ്ററേഷൻ ആണ്. 3 സാറ്റലൈറ്റുകളെ നിലനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് അറിയാത്ത പോയിന്റിനെ കണ്ടുപിടിക്കുന്ന നാട്ടിലെ പരിപാടി ദാറ്റ് ഈസ് നോൺഡ് ആസ് ട്രൈലാറ്ററേഷൻ. Process of determining the location of unknown point based on 3 known points. Okay അല്ലേ? ആൻഡ് നിങ്ങൾക്ക് 3 സാറ്റലൈറ്റ് മതി, പക്ഷേ കാര്യങ്ങൾ ഒന്നും കൂടിയും ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 4ാമത്തെ ഒരു സാറ്റലൈറ്റ് കൂടി ഉപയോഗിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് അതിന്റെ ടൈം ആൻഡ് പ്രിസൈസ് ലൊക്കേഷൻ കിട്ടുകയാണ്. സോ നാട്ടില് ചോദിക്കാം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ് റിക്വയർഡ് ഫോർ പ്രിസൈസ്ലി, യുണീക്ലി ആൻഡ് ആക്യുറേറ്റ്ലി ലൊക്കേറ്റിംഗ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് എന്ന് ചോദിച്ചാൽ 4 എന്നാണ് ആൻസർ ചെയ്യേണ്ടത്, 3 എന്നല്ല. ക്ലിയർ അല്ലേ? യെസ്. നോക്കിയേ, ഈ പറയുന്ന GPS ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. മെയിൻലി 2 മെത്തേഡാണ്. ഒന്ന് ആബ്സല്യൂട്ട് GPS മെത്തേഡ്, രണ്ടാമത്തെ എന്താണ്, ദാറ്റ് ഈസ് നോൺഡ് ആസ് റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡാണ്. ഫിഗറിൽ നിന്നും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് A എന്ന് പറയുന്ന പോയിന്റിന്റെ ലൊക്കേഷൻ ആണ് അറിയേണ്ടത്. ആ ലൊക്കേഷന് മുകളിൽ നിങ്ങൾ GPS റിസീവർ വെക്കുന്നു. എന്നിട്ട് 4 സാറ്റലൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ലൊക്കേഷൻ ഒരു GPS റിസീവർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നു. തെറ്റ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവിടെ തെറ്റ് വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ റിലേറ്റീവ് പൊസിഷനിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, യെസ്, ഒരു പൊസിഷൻ ലെറ്റ്സ് സേ A ആൻഡ് B എന്ന് പറയുന്ന 2 പോയിന്റുകൾ അവൈലബിൾ ആണ്. A ആൻഡ് B എന്ന് പറയുന്ന 2 പോയിന്റുകൾ അവൈലബിൾ ആണ്. എയുടെ പൊസിഷൻ നമുക്ക് പണ്ടേ അറിയാം, കാരണവന്മാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ GPS റിസീവർ വെക്കുന്നു. B എന്ന് പറയുന്ന അൺനോൺ പോയിന്റിന് മുകളിൽ നമ്മൾ GPS റിസീവർ വെക്കുന്നു. അറിയാവുന്ന ഒരു പൊസിഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ അറിയാത്ത മറ്റൊരു പൊസിഷന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന പരിപാടി. we are trying to find out the position of a point in relative with another known point. That is termed as relative positioning method. ഇവിടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ആ തെറ്റുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡാണ് GPS-ലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഈ റിലേറ്റീവ് പൊസിഷനിങ്ങിൽ ഫർദർ 2 ക്ലാസിഫിക്കേഷൻ വരാറുണ്ട്. പേരുകൾ അറിഞ്ഞിരിക്കുക നിർബന്ധമാണ്, ഒരു രക്ഷയില്ല, യാതൊരു വകുപ്പുമില്ല, നിർബന്ധമാണ്. സ്റ്റാറ്റിക് സർവേ, ഇറ്റ് ക്യാൻ ബി ട്രഡീഷണൽ സ്റ്റാറ്റിക് സർവേ, റാപ്പിഡ് സ്റ്റാറ്റിക് സർവേ ആൻഡ് സ്യൂഡോ സ്റ്റാറ്റിക് GPS സർവേ ആണ്. അതായത് നമ്മൾ 2 റിസീവറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. 2 റിസീവറിൽ അറിയാവുന്ന പോയിന്റിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് എന്നും അറിയാത്ത പോയിന്റ് നമ്മൾ റോവർ പോയിന്റ് എന്നുമാണ് പറയാം. അറിയാത്ത പോയിന്റിൽ വെച്ചിരിക്കുന്ന റിസീവറിനെ റോവർ റിസീവർ എന്നാണ് പറയാ. അറിയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന റിസീവറിനെ റെഫറൻസ് റിസീവർ എന്നാണ് പറയാ. ഈ പറയുന്ന സ്റ്റാറ്റിക് സർവേയിൽ ഏകദേശം 2 റിസീവറുകളും റോവർ ആൻഡ് റെഫറൻസ് റിസീവറുകൾ ഓൾമോസ്റ്റ് എന്തായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. അടുത്തതാണ് കൈനമാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് സർവേ എന്ന് പറയുന്നത്. യെസ്, ഇവിടെ അവസ്ഥ എന്താണ്? ഇവിടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോവർ റിസീവർ മൂവിംഗ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡൈനാമിക് ആണ്, ഇറ്റ് ഈസ് കൈനമാറ്റിക് ആണ്. ഇറ്റ് ക്യാൻ ബി ഓഫ് ഏതൊക്കെ ആവാം, സ്റ്റോപ്പ് ആൻഡ് ഗോ, ട്രഡീഷണൽ കൈനമാറ്റിക്, യെസ് കൈനമാറ്റിക് ഓൺ ദ ഫ്ലൈ ആൻഡ് റിയൽ ടൈം, RTK മെത്തേഡ്. ഈ പറഞ്ഞ റിലേറ്റീവിലെ സ്റ്റാറ്റിക്കിലും കൈനമാറ്റിക്കിലും മോർ ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൈനമാറ്റിക് ആണ്. കൈനമാറ്റിക്കിലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത്, RTK, റിയൽ ടൈം കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. കൈനമാറ്റിക് മെത്തേഡിനെ നമ്മൾ എന്തുകൂടി പറയാറുണ്ട്, DGPS, യെസ് ഡിഫറൻഷ്യൽ GPS എന്നും കൂടി പറയാറുണ്ട്. ഡിഫറൻഷ്യൽ GPSന്റെ ഏറ്റവും ആക്യുറേറ്റ് ആയ സാധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RTK ആണ്, റിയൽ ടൈം കൈനമാറ്റിക് മെത്തേഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പോയിന്റ്? യെസ്. സോ അതോ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് എവിടെ പ്രതിനിധീകരിക്കാനുള്ളത്, GPS എന്ന് പറയുന്ന പരിപാടിയിൽ പറയാനുള്ളത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. കർവ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് കർവ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇത്തരത്തിൽ പോയിരിക്കുന്ന ഡയറക്ഷനെ ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് സഡൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വെഹിക്കിളിൽ നമുക്ക് റൈഡിംഗ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഒരു കർവ് പ്രൊവൈഡ് ചെയ്യാം. സോ ദാറ്റ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈസ് വെരി സ്മൂത്ത്.
ക്ലിയർ അല്ലേ? സോ ചേഞ്ച് ഇൻ ഡയറക്ഷന് വേണ്ടിയിട്ട്, ചേഞ്ച് ഇൻ ഗ്രേഡിന് വേണ്ടിയിട്ട്, ഇഫ് ദർ ഈസ് എനി ഒബ്സ്ട്രക്ഷൻ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് കർവുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കർവില് രണ്ട് ടൈപ്പ് ഓഫ് കോഡ് ഉണ്ട്, നോർമൽ കോഡ് ആൻഡ് സബ് കോഡ് ആണ്. നോർമൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് കോഡ് ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ചെയിൻ ലെങ്ത് ആണ്, ഓർ ദീസ് ആർ ദ കോഡ്സ് present in between regular stations ആണ്. If the length of the code is less than എന്താണ് ചെയിൻ ലെങ്ത് ആണെങ്കിൽ, ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് ലെസ് ദാൻ ചെയിൻ ലെങ്ത് ആണെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? സബ് കോഡ് എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ കർവ് അല്ലെ, ഒരുപാട് കർവുകൾ നമുക്ക് അവൈലബിൾ ആണ്. ടൈപ്സ് ഓഫ് കർവ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് കർവാണ് മെയിൻലി ഉള്ളത്. ദർ ഇസ് എ ഹൊറിസോണ്ടൽ കർവ് ആൻഡ് ദർ ഇസ് എ വെർട്ടിക്കൽ കർവ് ആണ്. ഹൊറിസോണ്ടൽ കർവിൽ തന്നെ നമുക്ക് 4 ഫർദർ കർവുകൾ കാണാൻ സാധിക്കും. ദർ ഇസ് എ സിമ്പിൾ കർവ്, ദർ ഇസ് എ കോമ്പൗണ്ട് കർവ്, ദർ ഇസ് എ റിവേഴ്സ് കർവ് ആൻഡ് ദർ ഇസ് എ ട്രാൻസിഷൻ കർവ് ആണ്. വെർട്ടിക്കൽ കർവിൽ കാണപ്പെടുന്നത് രണ്ട് സാധനങ്ങളാണ്. സമ്മിറ്റ് കർവ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വാലി കർവ് അവൈലബിൾ ആണ്. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്. ആ ഒരു കർവിന്റെ ഏത് പോയിന്റിൽ നിന്നും സെന്ററിലേക്ക് നിങ്ങൾ ഡിസ്റ്റൻസ് എടുത്താൽ ആ എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും, അതായത് റേഡിയസ് ആണ് എല്ലാം. കോമ്പൗണ്ട് കർവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ കർവ് വിച്ച് ബെൻഡ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ദ സെന്റർ ഈസ് പ്രസന്റ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ കർവ് ആണ്. റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ കർവ് വേർ സെന്റേഴ്സ് ലൈസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ കോമൺ ടാൻജന്റ് ആണ്. ട്രാൻസിഷൻ കർവുകൾ ഉപയോഗിക്കുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ ഫ്രം ദ സ്ട്രേറ്റ് ടു സർക്കുലർ പോർഷൻ ആണ്. സമ്മിറ്റ് കർവിനെ കുറിച്ച് നമുക്കറിയാം, വെർട്ടിക്കൽ കർവിനെ നമുക്കറിയാം. ഇവിടെ സിമ്പിൾ കർവിന്റെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ടാൻജന്റ് ലെങ്ത് എന്താണെന്നറിയാം, അപ്പെക്സ് ഡിസ്റ്റൻസ് എന്താണെന്നറിയാം, മിഡ് ഓർഡിനേറ്റ്, ലെങ്ത് ഓഫ് കോഡ് ആൻഡ് ലെങ്ത് ഓഫ് കർവ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ ടെർമിനോളജീസ് ആണ്. എല്ലാത്തിന്റെയും ഇക്വേഷൻ കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? യെസ്. നോക്കിയേ, ഇത്രയും പോർഷൻസ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു സെഷനിൽ നമുക്ക് ഇനി പറയാനുള്ളത് ഏരിയ ആൻഡ് വോളിയം കൂടിയാണ്. ഒരു പോർഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള പോർഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യപ്പെട്ടു എന്ന് ആധികാരികമായി പറയാൻ സാധിക്കും. ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകൾ ഉണ്ടെങ്കിലും നമ്മൾ മേജർലി യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡാണ് ട്രപ്പീസോയിഡൽ മെത്തേഡാണ് ഒന്ന്. യെസ്, ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ആൻഡ് വോളിയം. ഇവിടെ അസംപ്ഷൻ എന്താണ്? നമ്മുടെ ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്ന ഏരിയന്റെ എൻഡ് എങ്ങനെയാണ്, വിച്ച് ഈസ് സ്ട്രേറ്റ് ഇൻ നേച്ചർ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഏരിയന്റെ ഫോർമുല എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഡി ഇൻറ്റു ആദ്യത്തേത് പ്ലസ് അവസാനത്തെ ഓർഡിനേറ്റ് ഡിവൈഡ് ബൈ 2 മാത്രമേ ഡിവൈഡ് ബൈ 2 ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഓർഡിനേറ്റുകൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം? കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യാം. ഇതാണ് ഏരിയയുടെ ഫോർമുല. ഇതേ ഫോർമുലനെ നിങ്ങൾക്ക് വോളിയം ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡി ഇൻറ്റു എച്ചിന് പകരം എന്ത് കൊടുക്കുക? A1 പ്ലസ് A2 ഡിവൈഡ് ബൈ 2 പ്ലസ് AN ഡിവൈഡ് ബൈ 2 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 അല്ലെ. ഓഫ്സെറ്റുകൾ മാറ്റി എന്താക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിംപ്സൺസ് മെത്തേഡ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് മെത്തേഡ്. വോളിയം കാൽക്കുലേഷൻ ആണെങ്കിൽ പണ്ട് മാത്തമാറ്റിക്സിലൊക്കെ നമുക്ക് ഈ ടീമിനെ നല്ലപോലെ അറിയാം. സിംപ്സൺസ് മെത്തേഡ് ആണ്. സിംപ്സൺസ് മെത്തേഡ് പ്രകാരം വോളിയം ഈസ് ഈക്വൽ ടു D/3 ആണ്. D/3 ആണ് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഓഫ്സെറ്റ് ആണ് പ്ലസ് 4 ടൈംസ് ഏതാ വരിക? ഈവൻ ആണ് വരിക. പ്ലസ് 2 ടൈംസ് ഏതാ വരിക? ഓഡ് ആണ് വരിക. ക്ലിയർ അല്ലേ പോയിന്റ്? ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഫോർമുല എന്താണ് ഈവൻ ഓഫ്സെറ്റുകൾ, എന്താണ് ഓഡ് ഓഫ്സെറ്റുകൾ ഒക്കെ നമുക്കറിയാം. സിംപ്സൺസ് റൂളിൽ അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന അസംപ്ഷൻ ഇങ്ങനെയാണ്: നിങ്ങൾ നിർബന്ധമായിട്ടും ഓഡ് നമ്പർ ഓഫ് ഓഫ്സെറ്റുകൾ എടുത്തിരിക്കണം. ആൻഡ് സിംപ്സൺസ് റൂളിൽ പറയുന്ന മറ്റൊരു അസംപ്ഷൻ എന്താണ്? സിംപ്സൺസ് റൂളിന്റെ അടിസ്ഥാനത്തിൽ ബൗണ്ടറീസ് ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷേപ്പ് കർവ്ഡ് ഇൻ ഷേപ്പ് ആണ്. അതും ഏത് ഷേപ്പ്? പരാബോളിക് ഷേപ്പിൽ കാണപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും ഉണ്ടാവരുത്, സിംപ്സൺസ് മെത്തേഡ് ആണ്. പ്രിസ്മോയിഡൽ ഫോർമുലയും സിംപ്സൺസ് മെത്തേഡും അഭേദ്യമായ ബന്ധം അവൈലബിൾ ആണ്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സിംപ്സൺസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം ആൻഡ് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം ആൻഡ് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? പോർഷൻസുകൾ അവിടെ കവർ ആവുകയാണ്. കുറച്ച് പോർഷൻസിലേക്ക് കടക്കാം. നോക്കിയേ, പോയിന്റ് ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് കർവ് ഓഫ് എ സിമ്പിൾ കർവ്, അതിന്റെ മറ്റൊരു പേരെന്താണ്? പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ആണ്. ഓപ്ഷൻ എ ആണ്. പോയിന്റ് ഓഫ് കർവ് എന്ന് വെച്ചാൽ കർവ് തുടങ്ങുന്ന പോയിന്റ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ സ്ട്രേറ്റ് പോർഷൻ കർവ്ഡ് പോർഷനിലേക്ക് മാറുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്. അതേപോലെ പോയിന്റ് ഓഫ് ടാൻജൻസി ഉണ്ട്. പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് പോർഷൻ സ്ട്രേറ്റ് പോർഷനിലേക്ക് മാറുന്ന അവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയേ, ഇവർ ചോദിച്ചിരിക്കുന്ന മിഡ് ഓർഡിനെ കുറിച്ചാണ്. മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. M is equal to R into 1 minus cos delta by 2 അല്ലെ. ഓപ്ഷൻ 3 നോക്കിയേ, നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമൺ പോയിന്റ് വേർ at the end of the curve ആണ് അല്ലെ. at the end of the curve ആണ് where
ചേഞ്ചസ് വേർ ചേഞ്ച് ഇൻ ദ അലൈൻമെന്റ് ഈസ് ഫ്രം കർവ് ടു ദ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നാലാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ the point at the end of the curve where alignment changes from curve to the tangent is termed as ഏതാണ് ഇപ്പൊ പറഞ്ഞ സാധനം ഫ്രഷ് that is termed as option C ആണ് point of tangency. അഞ്ചാമത്തെ ചോദ്യം a reverse curve എന്ന് പറഞ്ഞാൽ എന്താകുന്നു? reverse curve എന്ന് പറഞ്ഞാൽ yes it is having two simple curve ആണ് with the center in the opposite direction അല്ലെ സെന്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കൃത്യമായ ഓപ്ഷൻ ഡി ആണ് കാണപ്പെടുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ the tangent passing through the point of curve is termed as point of curve that is a initial point ആണ്. അതിലൂടെ കർവ് പാസ് ചെയ്യുന്ന ടാൻജന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക്വേർഡ് ടാൻജന്റ്, അതായത് ഓപ്ഷൻ ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ഫോർമുല 20 മീറ്റർ ചെയിൻ ഉപയോഗിക്കുമ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 1146 ഡിവൈഡ് ബൈ ഡിഗ്രി ആണ്. 30 മീറ്റർ ചെയിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റേഡിയസ് ഈസ് ഈക്വൽ ടു 1719 അല്ലെ ഡിഗ്രി ആണ്. If degree of a road curve is defined by assuming the standard length of an arc 20 meter ആണെങ്കിൽ what is the radius for a 1 degree curve? What is the radius for a 1 degree curve എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നു 20 മീറ്റർ ചെയിൻ ആണ് അല്ലെങ്കിൽ ആർക്ക് ആണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു 1146 ഡിവൈഡ് ബൈ ഡിഗ്രി. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം 1146 ആണ്. ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ the limit connecting ends with the trapezoidal rule are considered as നമ്മൾ ട്രപ്പീസോയിഡൽ റൂൾ ഉപയോഗിക്കുമ്പോൾ ഏരിയയുടെ ലിമിറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി സ്ട്രെയിറ്റ് ഇൻ നേച്ചർ ആണ്. ഓപ്ഷൻ എ ആണ്. ഒമ്പതാമത്തെ ചോദ്യം ദ മെത്തേഡ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ എർത്ത് വർക്ക് വിത്ത് മോർ ആക്യുറസി വേണമെങ്കിൽ നമ്മുടെ ഒറ്റൊരു മെത്തേഡേ ഉള്ളൂ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ. പ്രിസ്മോയ്ഡൽ മെത്തേഡ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഇൻ ദ ഗിവൺ ഓപ്ഷൻ. പത്താമത്തെ ചോദ്യത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ഏരിയ ഓഫ് ദ കർവ്ഡ് ബൗണ്ടറി ഡാഷ് റൂൾ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ആക്യുറേറ്റ് റിസൾട്ട്. നമ്മുടെ ഏരിയയുടെ ബൗണ്ടറീസ് കർവ്ഡ് ഇൻ നേച്ചർ ആണ് തന്നെ പറയുമ്പോൾ അത് സിംപ്സൺസ് റൂളിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യാതൊരു സംശയവുമില്ല. പോരാത്തതിന് ഏറ്റവും ആക്യുറേറ്റ് ഇതും കൂടിയാണ് സിംപ്സൺസ് മെത്തേഡ് ആണ്. സിംപ്സൺസ് റൂൾ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഈസ് യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഓഫ്സെറ്റ്സ് ആർ ഓഡ് ഇൻ നേച്ചർ. ഓടാണ് ഓട് ഈവൻ അല്ല. അടുത്ത നോക്കിയേ വിച്ച് ഫംഗ്ഷൻ ഓഫ് ദ ടോട്ടൽ സ്റ്റേഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് ഇൻആക്സസിബിൾ പോയിന്റ്സ് വേർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ലൊക്കേറ്റ് ദ പ്രിസം. ഇൻആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റുകളുടെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ സ്റ്റേഷനിലെ ഫംഗ്ഷൻ ആണ് റെം എന്ന് പറയുന്നത്. റിമോട്ട് എലിവേഷൻ മെത്തേഡ് ഓപ്ഷൻ ബി ആണ്. സ്മാർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? GPS നമ്മൾ ഘടിപ്പിക്കുകയാണ്. ടോട്ടൽ സ്റ്റേഷൻ വിത്ത് ഇന്റഗ്രേറ്റഡ് GPS മൊഡ്യൂൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മാർട്ട് സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ടോട്ടൽ സ്റ്റേഷൻ സർവേ നോട്ട്സ് ആൻഡ് ഒബ്സർവേഷൻസ് ആർ റെക്കോർഡിംഗ് during the lunch break before the survey work in electronic notebook and in electronic display. യാതൊരു സംശയവുമില്ല, കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇലക്ട്രോണിക് നോട്ട്ബുക്കിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ the range of total station ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് വരെ മെഷർ ചെയ്യാം? ഓപ്ഷൻ ബി 2.8 കിലോമീറ്റർ ടു 4.8 കിലോമീറ്റർ ആണ്. ചോദ്യങ്ങളിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ the altitudinal distance of geostationary satellite. എവിടെയാണ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റുകൾ കറങ്ങുന്നത്? at high earth orbit ലാണ്. that is around 36,000 കിലോമീറ്റർ above the earth surface ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. what are the number of orbital planes and satellite in one orbit of GPS? നമ്പർ ഓഫ് ഓർബിറ്റൽ പ്ലെയിൻ 6 എണ്ണമാണ്. ഓരോ ഓർബിറ്റിലും 4 സാറ്റലൈറ്റുകൾ കറങ്ങുന്നു. അങ്ങനെ മൊത്തത്തില് 24 സാറ്റലൈറ്റ് കറങ്ങി നടക്കുന്ന അവസ്ഥ. GPS satellites orbit Earth at an approximate altitude of. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ അല്ല, മിയോ ആണ്, ഹിയോ അല്ല അല്ലെ. മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. മീഡിയം എർത്ത് ഓർബിറ്റ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിയറസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 20,200 കിലോമീറ്റർ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ആബ്സല്യൂട്ട് GPS പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ? രണ്ട് മെത്തേഡുകളായിരുന്നു. ആബ്സല്യൂട്ട് ഉണ്ട്, റിലേറ്റീവ് ഉണ്ട്. ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിലേസ് ഓൺലി വൺ സിംഗിൾ റിസീവർ ആണ് അല്ലെ. റിലേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 റിസീവറുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ. സോ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയ GPS റിസീവർ ആർ യൂഷ്വലി equipped വിത്ത് മെക്കാനിക്കൽ ക്ലോക്ക്. GPS റിസീവേഴ്സ് സ്റ്റോക്ക് ഡിജിറ്റൽ LCD അലാറം ക്ലോക്സ്, ക്വാർട്സ് ക്ലോക്ക്, ഇലക്ട്രോണിക് ക്ലോക്സ്. ഓപ്ഷൻ സി ആണ്. GPS റിസീവറുകൾ ക്വാർട്സ് ക്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് സാറ്റലൈറ്റുകൾ വർക്ക്സ് ഓൺ ആറ്റോമിക് ക്ലോക്ക് ആണ്. എന്താണ് ഡിഫറൻസ് എന്നൊക്കെ നമുക്കറിയാം. ക്ലിയർ അല്ലേ? ഇന്നത്തെ പരിപാടി ഇതോടുകൂടി അവസാനിക്കണം. അതായത് ബാക്കിയുള്ള സിലബസിലെ പോർഷൻസ് കൂടി നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. നോക്കിയേ, പോകുന്നതിന് മുമ്പ്
സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും ഇനി വരാൻ പോകുന്ന LSED AE ആൻഡ് ഓവർസിയർ ഗ്രേഡിംഗ് 1 മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്യാണ് നമ്മൾ. നോക്കിയ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മുടെ എല്ലാ കോഴ്സും, സൈലത്തിന്റെ എല്ലാ കോഴ്സും അവൈലബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. AE ഓൺലൈൻ ബാച്ച് വെറും 13,000 രൂപയ്ക്കാണ് അവൈലബിൾ ആവുന്നത്. അതേ AE ഓഫ്ലൈൻ ബാച്ച് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 25,000 ആണ് ഇത് അവൈലബിൾ ആവുന്നത്. ഓവർസിയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വെറും 4,000 ഈ പറയുന്ന കോഴ്സ് ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഓൺ ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓവർസിയർ ഓഫ്ലൈൻ ബാച്ചുകൾ 10,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. നമ്മൾ LSED മുന്നിൽ കണ്ടുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ആൻഡ് ഓൾസോ ഇനി വരാൻ പോകുന്ന മറ്റു പല ഓവർസിയർ എക്സാംസ് മുന്നിൽ കണ്ടുകൊണ്ട് നിമി ഓൺലൈൻ ബാച്ചും ലോഞ്ച് ചെയ്യാണ്. വെറും 1,000 റുപ്പീസ് പെർ കോഴ്സ് ആണ്. ക്ലിയർലേ? നോക്കിയേ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പഠനം നമുക്ക് മികച്ചതാക്കാം സൈലം ടെക്നിക്കലിൽ. കൂടെ തന്നെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ ബാക്കി പോയിന്റുകളുമായി. അതുവരെ എല്ലാവർക്കും താങ്ക് യു.